അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ മത്സരം പടിവാതിക്കൽ എത്തിയിട്ടും ഒരുക്കങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിക്കാൻ ഫിഫ നൽകിയിരിക്കുന്ന അവസാന സമയം മെയ് 15 ആണ്. അതേസമയം ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും സമയപരിധി അവസാനിക്കും മുമ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. 2 വർഷം മുമ്പാണ് ഫിഫ അണ്ടർ-17 ലോകകപ്പിനുള്ള വേദിയായി കൊച്ചിയെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ പ്രധാന വേദിയായ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല. അഗ്നിശമന സേനാ സംവിധാനം, വൈദ്യുതി സംവിധാനം, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം പാതി വഴിയിലാണ്. ഗ്യാലറികളിൽ 33,000 കസേരകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതേയുള്ളൂ. പരിശീലന വേദിയായ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും മണ്ണ് നിറയ്ക്കുന്ന ജോലി നടക്കുകയാണ്. അടുത്ത മാസം 15-നകം നിർമ്മാണം പൂർത്തിയാക്കി ഫിഫയ്ക്ക് കൈമാറേണ്ട ഗ്രൗണ്ടാണിത്. 3 പ്രാവശ്യം സമയം നീട്ടിക്കൊടുത്തിട്ടും ഇതുവരെ മണ്ണ് നികത്തൽ പോലും ഇവിടെ പൂർത്തിയായിട്ടില്ല. എറണാകുളത്തെ പരിശീലന ഗ്രൗണ്ടുകൾ പനമ്പള്ളി നഗറിലെ ഗ്രൗണ്ടും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടുമാണ്. ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി പോലും പൂർത്തിയായിട്ടില്ല. സുരക്ഷ കണക്കിലെടുത്ത് പ്രധാന കളിക്കളമായ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കടമുറികൾ മത്സരം ആരംഭിക്കുന്ന ഒക്ടോബർ 6 മുമ്പ് അടച്ചിടണമെന്ന് ഫിഫ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാ നിർമ്മാണങ്ങളും പൂർത്തിയാക്കി അടുത്ത മാസം 15-ന് സ്റ്റേഡിയം കൈമാറണമെന്നാണ് ഫിഫയുടെ അന്തിമ നിർദ്ദേശം. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് താൻ മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചുവെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. നിർമ്മാണം ഉടൻ വേഗത്തിലാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും പന്ന്യൻ അറിയിച്ചു. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് മിസ്റ്റർ AC മൊയ്തുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തോട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഇടപെടാം എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ക്യാമറമാൻ അനിൽ നീലേശ്വരത്തോടൊപ്പം N. ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി.